ഗായ്സ്, അപ്പോൾ കല്യാണത്തിൻ്റെയും വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡിയോ ഷോപ്പിംഗ് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റുമാനൂർ വന്ന് ഷോപ്പ് ചെയ്യുന്നത്. അതും ഒരു ചെരുപ്പൊക്കെ എടുത്തു, 2 ടീഷർട്ടൊക്കെ നോക്കിയെടുത്തു ഗായ്സ്, എനിക്കും ഏട്ടനും വേണ്ടിയിട്ട്. അവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്പരച്ചുംബികളായി ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് അട്രാക്ഷൻ കൂടെ വന്നു. കാരണം ഇത്രയും കളക്ഷൻ ഞാൻ ചെന്നൈയിൽ കണ്ടില്ല. കാരണം അവിടെ നല്ല തിരക്കാണ്. പിന്നെ ബില്ലിടാനും സൈസും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല, എല്ലാം തീർന്നു പോകും സ്റ്റോക്ക് വരുമ്പോൾ തന്നെ. പക്ഷേ സിറ്റി ആയതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുമാത്രമല്ല ഇവിടെ വന്നപ്പോൾ അങ്ങനെ തിരക്കും ഉണ്ടായിരുന്നില്ല. ഒരു സൺഡേ അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ആ ഒരു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം, പൊതുവെ ആ സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല. നല്ലോണം എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റി. ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ വല്ലാതെ അങ്ങ് അട്രാക്ഷൻ വന്നു പോകും ഗൈസ് അവിടെ പോയാൽ. അങ്ങനെ ഞാൻ ഷൂസും കാര്യങ്ങളൊക്കെ നോക്കി. നല്ല സ്ഥലമാണ്. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ഇതുപോലത്തെ ഒരു ട്രാവൽ വ്ളോഗായിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും കൂടെ പോയി. എനിക്ക് അവിടെ മുന്നിൽ പോകണമെന്നുണ്ടായിരുന്നു. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ തിരക്ക് ഈ 4 മണിയൊക്കെ ആകുമ്പോഴേ നമുക്ക് പോവാനും വേണം. പിന്നെ തുറന്നിട്ടുമില്ല. എനിക്കാണെങ്കിൽ 6 മണിക്ക് ബസ്സാണ്. അപ്പോൾ നമുക്ക് നേരെ ബസ് കയറാം ഗൈസ്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഏതൊക്കെയോ പുഴയോ എന്തുണ്ടോ ആയിരുന്നു. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇൻസ്റ്റാ പേജ് കൂടെ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം CI വൈഷ്ണവി വ്ളോഗ്സ്.